ഗായ്സ് രാവിലെ എണീറ്റ് റെഡിയായി ഗായ്സ്. 7:30 ആയപ്പോ വണ്ടി ആ ലൈറ്റ് കാണുന്നില്ല ഗായ്സ്. എണീറ്റ് പാവ റെഡിയായി. 7:30 ആയിട്ട് വണ്ടി കാണുന്നില്ല. അല്ല വണ്ടിയില്ലെന്നല്ല, ഷൂട്ടില്ലെന്ന്. പാവം. അതെ, ഇന്ന് റെസ്റ്റ് എടുക്കാം. വയ്യ, ഒന്നാമത് കോൾഡൊക്കെ പിടിച്ച് ആള് ഭയങ്കര ടയേർഡാണ്. കരയുണ്ട വന്ന് കിടന്നോ ഡ്രസ്സ് മാറിയിട്ട്. ഫിറ്റ്നസിൻ്റെ ഇതെന്ത് ബ്രെഡായിരുന്നു കേട്ടോ? മൾട്ടിഗ്രെയിൻ ബ്രെഡ് മേടിച്ചു. റൂമിലിരിക്കുമ്പം ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഗൈസ്. അപ്പോൾ നമുക്കിത് കൊടുത്തു നോക്കാം. ഇതിൻ്റെ അകത്ത് കണ്ടോ ഫ്ലാക്സ് സീഡ് ഉണ്ട്, കാണുന്നുണ്ടോ? ആ ഫ്ലാക്സ് സീഡ് ഉണ്ട്, ഓട്സ് ഒക്കെ ഉണ്ട്, പിന്നെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. കഴിക്കൂ. കണ്ടടേ പെട്ടെന്ന് എന്നോട് പറഞ്ഞു കുറച്ചിങ്ങനെ ബ്രെഡിൽ ഇതാക്കി തരുമോ, കഴിക്കാൻ ഭയങ്കര കൊതിയായിട്ടാന്നൊക്കെ അല്ലേ? എങ്ങനെയുണ്ട് എന്നിട്ട് പറഞ്ഞില്ലല്ലോ. മൂവി കണ്ടുകൊണ്ടിരിക്കുക ഗൈസ്. പനിയാ കുട്ടിക്ക്. പനിയില്ല, കോൾഡ് അല്ലേ? ഗൈസ്, പുതിയൊരു ചികിത്സാ രീതിയുമായി മിസ്റ്റർ റീജൻ വന്നിരിക്കുന്നു. ടിഷ്യൂ പേപ്പറിൻ്റെ തുമ്പത്ത് എന്തായിരുന്നു എക്സോയിൽ വെച്ചിട്ട് നമ്മളാ തുമ്പ് മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ അടവൊക്കെ തുറക്കും. അപ്പം എൻ്റെ 2 മൂക്കും തുറന്നു. ഇങ്ങനെ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ എന്താ ഒരു ഫീല്, നല്ല വിക്സിൻ്റെ ഫീല്. നമുക്ക് തൊണ്ടയിലേക്ക് ആ വിക്സിൻ്റെ ഫീൽ ഇറങ്ങുന്നുണ്ട്. ഇത് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് 2 മൂക്കും തുറന്നിരിക്കുകയാണ്. ശ്വസിക്കാനൊക്കെ നല്ല സുഖം. സക്സസ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു അല്ലേ? എവിടെയാ പോകുന്നത് ഫുഡ് കഴിക്കാൻ? പാരഗണി പോവാം. ഓക്കെ. നമ്മുടെ വണ്ടി കുറേ ദിവസമായി അനങ്ങാതിരിക്കുന്നു. ഞങ്ങൾ നേരത്തെ ഇറങ്ങി, എന്നാലേ നമുക്ക് അവിടെ പാർക്കിംഗ് ഒക്കെ കിട്ടത്തുള്ളൂ. പിന്നെ വിശക്കുന്നുമുണ്ട്. ഞങ്ങൾ രാവിലെ ഓട്സ് ആണ് കഴിച്ചത് അല്ലേ? ഇവിടെയൊക്കെ കുറേ പോലീസുകാരുണ്ട്. എന്താവോ എന്തോ, പക്ഷെ ഇവിടെ ഇത്ര തിരക്ക് കണ്ടോ? കുറേ പോലീസുകാരുണ്ട് അവിടെ. പക്ഷേ പോലീസുകാരുണ്ട് എല്ലാ. അവിടെ വല്ല എന്തേലും ആദ്യത്തെ മുമ്പിൽ എന്തേലും വല്ല നടക്കുന്നുണ്ടോ അറിയാം. വയ്യ, അതുകൊണ്ടൊന്നും ഇണ്ടാത്ത കേട്ടോ. ഭാഗത്തിന് വയ്യ. ചൂടിനെ തട്ടുമ്പോൾ എന്തോ പോലെ നമുക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്ന് റെസ്റ്റ് എടുക്കാം. ഞങ്ങൾ പാരഗണിൽ എത്തിയിരിക്കുന്നു. തിരക്കുണ്ടാവും ഇല്ല. സാധാരണ ഞങ്ങൾക്ക് ഇവിടെ അധികം പാർക്കിംഗ് കിട്ടാറില്ല. രാത്രി വരുമ്പോൾ മാത്രം പാർക്കിംഗ് കിട്ടാറില്ല. 12 മണിയായിട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരത്തെ വന്നു കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് ഫുഡ് കഴിക്കാം എന്ന് വിചാരിച്ചു. എപ്പോഴും മുകളിൽ കിട്ടും. നമ്മളധികം അവിടെയാണ് പാർക്ക് ചെയ്യാറ്, താഴെ. സെക്യൂരിറ്റി ചേട്ടൻ അങ്ങനെ ഞങ്ങൾ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്തൊക്കെ മെനു നോക്കിയാലും നമ്മൾ ബിരിയാണി പറയും അല്ലേ?
അതാണ് ആയതുകൊണ്ട് നമുക്ക് ബിരിയാണിക്ക് മുമ്പ് ആദ്യം എന്തെങ്കിലും കഴിക്കാം. ഓക്കെ. ഇവിടെ ആരില്ല ഗൈസ്, ഞങ്ങൾ മാത്രം. ഒട്ടും തിരക്കില്ല. ഒരു 12 മണി 12:30 ആകുമ്പോഴത്തേക്കും തിരക്കായി തുടങ്ങും. സീ ഫുഡ് വേണോ അതോ നമ്മുടെ പനീർ മതിയോ? തവ പനീർ. ഓ, പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആണ്. എന്നാ അത് പറഞ്ഞു സ്റ്റാർട്ടറായിട്ട് അത് പറഞ്ഞു. കൂന്തൽ തേങ്ങയുണ്ട്, തട്ടുകട പ്രോൺസ് ഉണ്ട്, പിന്നെ ഫിഷ് ഐറ്റംസ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ മട്ടൻ സൂപ്പ് പറഞ്ഞു. അവിടുത്തെ മട്ടൻ സൂപ്പ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഫ്ലേവറാണ്, അത്യാവശ്യം നല്ല എരിവും. കുറച്ചും കൂടെ അവർ കൊണ്ടു തരുന്നതിനേക്കാളും കുറച്ചും കൂടെ കുരുമുളകൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. നല്ല നെയ് പീസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ 1/2 പറഞ്ഞു. ഞങ്ങൾക്ക് ഫുള്ള് കുടിക്കാൻ പറ്റില്ല, കാരണം അടുത്ത ഡിഷസൊക്കെ കഴിക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങളിതേ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഡിഷാണ് ഇന്നതാണെന്നൊക്കെ. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉള്ളത് ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണി പറഞ്ഞു, ഏട്ടൻ മട്ടൻ ബിരിയാണി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബിരിയാണി എല്ലാം ഫസ്റ്റ് തന്നെ വന്നു. ഞങ്ങൾ സ്റ്റാർട്ടർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ സ്റ്റാർട്ടർ വന്നില്ല. അതിന് പകരം നമ്മളെ ബിരിയാണിയൊക്കെ വന്നു. കാരണം ബിരിയാണി പിന്നെ അവിടെ എപ്പോഴും പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ബിരിയാണി ആദ്യം തന്നെ വന്നു. പിന്നെ ഞങ്ങളിത് ബിരിയാണി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണു. ഞങ്ങൾ സ്റ്റാർട്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂന്തൽ തേങ്ങ ഇട്ടതായിരുന്നു. അത് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത്. ഞങ്ങളിതുവരെ കഴിച്ചിട്ടില്ല. പ്രോൺസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പ്രോൺസ് മറ്റേ തേങ്ങ ഇങ്ങനെ പീര പോലെയുള്ള അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കൂന്തൽ നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു ഫ്ലേവറും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് പച്ചമാങ്ങ ജ്യൂസ് കുടിക്കണമായിരുന്നു. നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ പച്ചമാങ്ങ. പക്ഷേ ഞാൻ ഉപ്പിട്ടിട്ടാണ് പറയാറ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഏട്ടൻ പിന്നെ ഒരു ലൈം ടീ പറഞ്ഞു. ഈ ജ്യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടം, കാരണം നമുക്ക് ശരിക്കും നമ്മൾ ഉപ്പിലിട്ട മാങ്ങ ഞങ്ങൾ അതേപോലെ എനിക്ക് തോന്നുന്നു. ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ നേരെ റൂമിലോട്ട് തന്നെ തിരിച്ചു പോയി. പിന്നെ ഞങ്ങളിത് ഈവനിങ് തിരിച്ച് മൂവിക്ക് വേണ്ടി പോവുകയാണ്. ഞങ്ങൾ രേഖാചിത്രം മൂവിക്ക് ബുക്ക് ചെയ്തു. നാളെ ഒഴിവായതുകൊണ്ട് നാളെ 2 പടം കാണേണ്ട പകരം ഇന്നൊരു പടം കണ്ടിട്ട് നാളെ ഒരു പടം കാണാൻ തിരിച്ചു. അപ്പോൾ ഒരു ദിവസം 2 പടം കണ്ടു എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ലല്ലോ എന്നൊരു ഐഡിയ എൻ്റെ ഭാര്യ പങ്കുവച്ചു. അതിൻ്റെ പേരിൽ ഇന്ന് രാത്രി നമ്മൾ രേഖാചിത്രം കാണാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. 9:50 പടം. നമ്മൾ ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടാവില്ല, ഞായറാഴ്ച. ഗൈസ്, ഞങ്ങൾ ലുലു മോളിൽ എത്തിയിരിക്കുന്നു ഗൈസ്. പക്ഷെ അത്യാവശ്യം തിരക്കുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ ഞങ്ങൾ രേഖാചിത്രത്തിന് കയറുവാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഞങ്ങൾ കയറുന്ന സമയത്ത് അവിടെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റിലീസായിട്ട് എത്രയോ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ മൂവിക്ക് കയറുന്നത്. അങ്ങനെ ഞങ്ങൾ പടം കണ്ടിറങ്ങിയിരിക്കുന്നു. നല്ല പടമായിരുന്നു. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലേ? നൈസ് പടം. ഏതാ പടം കണ്ടെന്ന് പറഞ്ഞ? രേഖാചിത്രം നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ആ ഒരു ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത്. നല്ല പടം, ഒരു ഫീൽ ഗുഡ് ഒരു പടം.
എല്ലാവരും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങൾ പോയി കിടന്നുറങ്ങട്ടെ. ടാറ്റാ.